കോൺഗ്രസ് നേതാവ് ബേസിൽ പാറേക്കുടിയാണ്. ബേസിലിനെ സ്നേഹപൂർവ്വം ജനസഭയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. NDA പ്രതിനിധീകരിച്ച് BJP നേതാവ് അഡ്വക്കേറ്റ് TP സിന്ധുമോളെയും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഇടതുമുന്നണിയെ പ്രതിനിധീകരിച്ച് ജനതാദൾ നേതാവ് സോജൻ ജോർജ് ആണ് ജനസഭയിൽ എത്തിയിരിക്കുന്നത്. ശ്രീ സോജനെയും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഒപ്പം തൃപ്പൂണിത്തുറയിലെ പ്രബുദ്ധരായ വോട്ടർമാരെയും ജനസഭയിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഞാൻ ഈ സംവാദം നമ്മുടെ ബേസിൽ നിന്ന് തന്നെ ആരംഭിക്കുകയാണ്. കാരണം സിറ്റിംഗ് സീറ്റാണല്ലോ അല്ലേ. അപ്പോൾ ബേസിൽ പറയാനുണ്ടാവും, ഇവിടുത്തെ വികസനത്തെക്കുറിച്ച് പറയാൻ ഉണ്ടാകും. എങ്ങനെയാണ് ഈ തിരഞ്ഞെടുപ്പിനെ നേരിടുന്നത്? എത്രത്തോളം ശുഭാപ്തി വിശ്വാസമുണ്ട്? 100%. അതായത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇത് 10 വർഷക്കാലം കേരളത്തിൻ്റെ മണ്ണിൽ പ്രതിപക്ഷത്തിരുന്നു കൊണ്ട് ഇവിടെ നമ്മുടെ തൃപ്പൂണിത്തുറയിൽ എല്ലാവർക്കും അറിയാവുന്നതുപോലെ കഴിഞ്ഞ 5 വർഷക്കാലം ഏതറ്റം വരെയും എല്ലാവർക്കും, അതായത് ആർക്കും പരിചയപ്പെടുത്തേണ്ടതല്ലാത്ത ഒരു മുഖമാണ് കെ ബാബുവിൻ്റെ മുഖമായിരുന്നു നമുക്ക് എല്ലാവർക്കും. അപ്പോൾ അതിൻ്റെ പിന്തുടർച്ചയുമായിട്ട് കൊച്ചിൻ കോർപ്പറേഷനിലെ ഡെപ്യൂട്ടി മേയറായിട്ടിരിക്കുന്ന ദീപക് ജോയിയാണ് തൃപ്പൂണിത്തുറയുടെ മണ്ണിൽ, പൂർണ്ണത്രീശൻ്റെ മണ്ണിൽ ഐക്യജനാധിപത്യ മുന്നണിയിൽ UDF അവതരിപ്പിച്ചിരിക്കുന്നത്. പൂർണ്ണ വിശ്വാസമുണ്ട്. മതേതരത്വ നിലപാട് ഉയർത്തിപ്പിടിക്കുവാൻ വേണ്ടിയിട്ടുള്ള വലിയ പോരാട്ടമാണ് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം, UDFനെ സംബന്ധിച്ചിടത്തോളം വലിയ പോരാട്ടമാണ് ഈ തെരഞ്ഞെടുപ്പ്. ഈ തെരഞ്ഞെടുപ്പിൽ പ്രതിപക്ഷ നേതാവ് പറഞ്ഞതുപോലെ തന്നെ കേരളത്തിലെ എറണാകുളം ജില്ലയിൽ വോട്ടെണ്ണി കഴിയുമ്പോൾ 14-ൽ 14 നിയോജക മണ്ഡലങ്ങളിലും UDFൻ്റെ സ്ഥാനാർത്ഥികളായിരിക്കും MLA മാരായിട്ട് തിരുവനന്തപുരത്തേക്ക് പോകാനുള്ളത് എന്ന കാര്യത്തിലൊരു സംശയമില്ല.